ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് പരീക്ഷിച്ച് നോക്കുകയാണ്. അടുപ്പത്ത് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഓക്കെ, സോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ട്രൈ. നമ്മൾ സാധാരണ ഗ്യാസിലാണ് ചെയ്യാറ്. ഇൻഡക്ഷനിലും ചെയ്തു, പക്ഷേ ഞാൻ വിചാരിച്ചു ഗ്യാസ് ആണെങ്കിൽ ഒന്ന് ശരിയാകുമ്പോൾ അടുത്തത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വിചാരിച്ചു ഇനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ ശരിയാവത്തില്ല. ഇൻഡക്ഷനിൽ നമ്മൾ ചെയ്യുമ്പം ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അടുപ്പെല്ലാം കത്തിച്ചത്. പുകയില്ലാത്ത അടുപ്പാണെന്ന് പറയുന്നത്. സോ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിക്കട്ടെ. എന്തോ ചേട്ടൻ അത് കത്തിച്ച് തന്നെ. ഇനി ഇത് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഉരുളിക്കകത്ത് ചിക്കൻ കറി വെച്ചിരിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതാ അതിനുള്ള സാഹചര്യമാണ്. നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, വഴറ്റി വരുന്നതാണ് ഗൈസ്. ഇത് കുറയ്ക്കാറൊന്നും എനിക്കറിയില്ല. സോ ഞാനിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. എനിക്ക് ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ കാര്യത്തിൽ ഒരു ഐഡിയ ഇല്ല. ബട്ട് ഈ സെല്ലിങ് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നാണ്. ഓക്കെ, ഇട്ടി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി നന്നായിട്ടൊന്ന് വാടി വരട്ടെ ഈ തക്കാളി ഇതൊക്കെ കൂടെ. ഓക്കെ, ഞാൻ എന്താ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഞാൻ ഇന്ന് വറുത്തരച്ച കോഴിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് ഞാൻ എന്താ വറുത്തരച്ച തേങ്ങ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തൊന്നുമില്ല, തേങ്ങയും ചെറിയ ഉള്ളിയും മാത്രമേ ഞാൻ അരച്ചിട്ടുള്ളൂ. പിന്നെ വറ്റൽമുളകും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അരച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിക്കണം. ഓക്കെ, ഇപ്പോഴും നല്ല മണം വരും. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഓക്കെ, നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി അടുപ്പിൽ വെച്ച് വറുത്തരച്ച കോഴിക്കറി ഇസ് റെഡി. അപ്പം ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലയാണ് ഗൈസ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.